നമസ്കാരം. മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ IAS ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. പ്രാഥമിക അന്വേഷണം നടത്തിയ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ് റിപ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയത്. സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാണിച്ചാണ് റിപ്പോർട്ട്. കൊല്ലം DCC ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലായിരുന്നു പ്രാഥമികമായ അന്വേഷണം. ഗ്രൂപ്പിൽ ചേർത്ത വ്യക്തികൾ പരാതി നൽകിയാൽ മാത്രമേ കേസ് നിലനിൽക്കൂ. മറ്റൊരാൾ പരാതി നൽകിയാൽ കേസെടുക്കുന്നതിൽ നിയമ തടസ്സമുണ്ട്. ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും പരാമർശം അടങ്ങിയ സന്ദേശങ്ങൾ ഇല്ല. അതിനാൽ കേസ് നിലനിൽക്കില്ലെന്ന് പ്രാഥമിക റിപ്പോർട്ട്. സസ്പെൻഷനിലായ IAS ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണൻ സർവീസ് ചട്ടലംഘനം നടത്തിയെന്ന കുറ്റാരോപണ മെമ്മോ ഇന്നലെ വന്നിരുന്നു. മല്ലു ഹിന്ദു ഓഫീസേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിലായിരുന്നു മെമ്മോ. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ് ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ച് മെമ്മോ നൽകിയത്. സംസ്ഥാനത്തെ IAS ഓഫീസർമാർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അനൈക്യത്തിന്റെ വിത്തുകൾ പാകി. ഓൾ ഇന്ത്യ സർവീസ് കേഡറുകൾ തമ്മിലുള്ള ഐക്യദാർഢ്യം തകർക്കാൻ ശ്രമിച്ചു എന്നീ കുറ്റങ്ങളാണ് മെമ്മോയിൽ ആരോപിക്കുന്നത്. മെമ്മോയ്ക്ക് 30 ദിവസത്തിൽ കെ ഗോപാലകൃഷ്ണൻ മറുപടി നൽകണം. ഗോപാലകൃഷ്ണന്റെ പ്രവർത്തികൾ ഓൾ ഇന്ത്യ സർവീസ് റൂൾസിലെ പെരുമാറ്റച്ചട്ടത്തിലെ വിവിധ വകുപ്പുകളുടെ ലംഘനമാണെന്ന് മെമ്മോയിൽ വിശദീകരിക്കുന്നു. ഫോൺ ഹാക്ക് ചെയ്ത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെന്ന പരാതിക്ക് തെളിവില്ല. മല്ലു ഹിന്ദു ഓഫീസേഴ്സ്, മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപ് പലതവണ ഫാക്ടറി റീസെറ്റ് ചെയ്ത് തെളിവില്ലാതാക്കാൻ ശ്രമിച്ചെന്ന് മെമ്മോയിൽ വിമർശിക്കുന്നു. 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം മറുപടി നൽകിയില്ലെങ്കിൽ ഗോപാലകൃഷ്ണനെതിരെ അച്ചടക്ക നടപടിയിലേക്ക് കടക്കും. കെ ഗോപാലകൃഷ്ണനെതിരെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ വിവാദം അന്വേഷിച്ചു. കൊല്ലം DCC ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം. ഗോപാലകൃഷ്ണന്റെ പരാതിയിൽ നേരത്തെ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന് നിയമോപദേശം വന്നിരുന്നു. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നിയമോപദേശം നൽകിയത്. കൊല്ലം DCC ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് നിയമോപദേശം. ഐക്യം തകർക്കാനും മതസ്പർദ്ധ വളർത്താനും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെന്നതിന് കേസെടുക്കാം എന്നാണ് ഗവൺമെന്റ് പ്ലീഡറുടെ നിയമോപദേശം. ഫോൺ ഹാക്ക് ചെയ്തവരാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന ഗോപാലകൃഷ്ണന്റെ പരാതി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഫോറൻസിക് പരിശോധനയിലും ഇത് സ്ഥിരീകരിച്ചു. മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ ഗ്രൂപ്പ് തുടങ്ങിയതിൽ കേസെടുക്കാമെന്നാണ് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖാന്തരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ നിയമോപദേശത്തിൽ പറയുന്നത്. എന്നാൽ രേഖകൾ മുഴുവൻ പരിശോധിക്കാതെയുള്ള നിയമോപദേശമാണിതെന്നും വ്യക്തത കുറവുണ്ടെന്നുമാണ് പോലീസ് നിലപാട്. അതിനാൽ തന്നെ വീണ്ടും നിയമോപദേശം തേടുമെന്ന് പോലീസ് പറയുന്നു. ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ മാത്രമല്ല, തെളിവുകൾ നശിപ്പിച്ചതിനെ സംബന്ധിച്ചും കേസെടുത്ത് അന്വേഷിക്കണമെന്നായിരുന്നു നിയമോപദേശം. ഇതേ പരാതിയിൽ പോലീസ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് വീണ്ടും നിയമോപദേശം തേടാനാണ് സാധ്യത. മതപരമായ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഗോപാലകൃഷ്ണൻ മതസ്പർദ്ധ വളർത്തുന്ന സന്ദേശങ്ങളൊന്നും തന്നെ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പോലീസ് കേസെടുക്കാതിരുന്നത്. തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നായിരുന്നു വാർത്ത പുറത്തു വന്നത്. ഇതിന് പിന്നാലെ ഗോപാലകൃഷ്ണൻ പരാതി നൽകി. ഫോണുകൾ ഫോർമാറ്റ് ചെയ്താണ് പോലീസിന് കൈമാറിയത്.